അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ അല്ലെങ്കിൽ പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കൂടെ തന്നെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേനൽക്കാലത്തൊക്കെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ മുട്ടക്കറി വളരെ ഈസി ആയിട്ട് കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതും നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ പച്ചരിയാണ് കേട്ടോ. 2 കപ്പ് അളവിൽ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒരു 4-5 തവണ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങയും 1/4 കപ്പ് അളവിൽ ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മതിയാവും കേട്ടോ ഈസ്റ്റ്, ഇതിന് ഒരുപാട് വേണ്ടി വരത്തില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. എല്ലാം തന്നെ ഒരുമിച്ച് നമ്മൾ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഒന്ന് അത് നികന്ന് നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് ഒഴിക്കരുത്, അതിൻ്റെ ഒരല്പം മുകളിലേക്ക് മാത്രം. ഇതൊരു 6 മണിക്കൂറൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിവിടെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അല്പം വെള്ളം ഒന്ന് കുറഞ്ഞതുപോലെ. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. അരച്ചെടുക്കുമ്പോൾ വെള്ളം അഥവാ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം ഒരു കൂടുതൽ വെള്ളമായി പോയി കഴിഞ്ഞാൽ അത് അരച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ഓരോ ബാച്ചായിട്ട് ഞാനിത് മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരയ്ക്കുന്ന സമയത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കുതിർക്കുന്ന സമയത്ത് ചോറില്ല എന്നുണ്ടെങ്കിൽ അവൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/4 കപ്പ് ചോറാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ 1/2 കപ്പ് അവലെടുത്തിട്ട് അത് കഴുകി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഇത് 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നത് കൊണ്ടാണ്. 8 മണിക്കൂർ വെക്കുന്നതുകൊണ്ടാണ് വളരെ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കേട്ടോ. പെട്ടെന്നൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റെങ്കിലും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കിനി ഒരു 8 മണിക്കൂറൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിവിടെ രാവിലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ? മാവ് നന്നായിട്ട് തന്നെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ പാത്രം ഒന്ന് അതിലേക്ക് ഇറക്കി വെച്ചിരുന്നാൽ മതിയാകും കേട്ടോ. പെട്ടെന്ന് തന്നെ അത് ഫെർമെൻ്റായിട്ട് കിട്ടും. കണ്ടില്ലേ? നന്നായിട്ട് തന്നെ അത് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തലേ ദിവസമേ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെപ്പറേറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതിനകത്ത് ഇട്ടേക്ക് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യരുത്. ഒരുപാട് സമയം മിക്സ് ചെയ്താലും അപ്പത്തിൻ്റെ ആ ഒരു പതയൊക്കെ പോയിട്ട് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോകും. ഇനി ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മുട്ടക്കറി കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുറുകിയ ചാറോട് കൂടിയ കറിയാണിത്. ഇത് നമുക്ക് ചപ്പാത്തി, പാലപ്പം, പൂരി, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ ഇപ്പം കഴിക്കാം. അതുപോലെ ചോറിനോടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ്, നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അത് ഇടുന്നതിൻ്റെ വീഡിയോ കിട്ടിയില്ല. അപ്പോൾ അത് ഇടുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സവോള എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് നൈസായിട്ട്. അപ്പോൾ തീരെ നൈസായിട്ട് എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണല്ലോ, നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ സവാള അതിലേക്ക് ചേർത്തതിന് ശേഷം അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരുപാട് സമയമൊന്നും നമുക്കിതിന് വേണ്ടിയിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കും 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം.
ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം അതിൻ്റെ ആ ഒരു മണവും ഫ്ലേവറൊക്കെ നല്ലതായിട്ട് അതിലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തത് എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ വലുതായതുകൊണ്ട് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച മണമൊന്ന് മാറുന്നൊരു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടി ചേർക്കാത്ത മുട്ടക്കറിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അധികം എരിവൊന്നും ഇല്ലാതെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണിതിന്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ പൊടിയൊക്കെ ചേർക്കുന്ന ആ ഒരു ടൈമിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അധികം വെള്ളം കുറച്ച് വെക്കരുത്, എങ്കിലേ പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകും. കുക്കറാണല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഒരു 2 വിസിലിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഈ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും, അതുകൊണ്ടാണ്. അപ്പോൾ മുട്ടയൊക്കെ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ 2 വിസിലായപ്പോൾ ഞാനിവിടെ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വിസിലായപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തണുത്തതിന് ശേഷം തുറന്നതാണിത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വെള്ളം കുറഞ്ഞു പോയാൽ ചിലപ്പോൾ അധികം കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലയാണ്. അപ്പോൾ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചേക്കുക കേട്ടോ. അത് തുറന്നതിന് ശേഷം ഇതൊന്ന് ചൂടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചേക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. അപ്പം മുട്ട ഞാനിവിടെ പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നെടുകെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് നന്നായിട്ട് ആ കറിയൊക്കെ കയറിയിട്ട് നന്നായിട്ട് അതൊരു മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുട്ട ഇങ്ങനെ വരഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കറി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യരുതെന്ന്. അതും കൂടെ ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതലായിട്ട് ടേസ്റ്റും കൊഴുപ്പും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ മുട്ട ചേർത്തതിന് ശേഷം നമുക്കൊരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ മുട്ടയിലൊക്കെ കറി നന്നായിട്ട് പിടിക്കുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് തന്നെ അധികമായിട്ട് വെള്ളം വറ്റിയിട്ടൊന്നുമില്ല. ഇനി അഥവാ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം വേണമെങ്കിൽ പശുവിൻ പാലിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പശുവിൻ പാലിൽ കറി വയ്ക്കാറുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കറിയുടെ തിക്നെസ് നോക്കുക കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും കൂടി പോകരുത്. നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടി ഗരം മസാല ചേർക്കുന്നുണ്ട്. പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതായാലും മതിയാകും. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലപ്പത്തിന്, ഇടിയപ്പത്തിന്, ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ, ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് അല്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയാകും, തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ എത്ര തിക്നെസ് വേണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൈമിൽ തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അല്പം തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം കൂടി പോകരുത് കേട്ടോ. സ്പൂൺ അളവിൽ മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ. ഒരുപാടങ്ങ് ആയിക്കഴിഞ്ഞാൽ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. ഒരുപാട് ലൂസായാലും സോഫ്റ്റായിട്ട് കിട്ടത്തില്ല.
അപ്പോൾ ഇതിവിടെ ബബിൾസൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ, അരികൊക്കെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. വളരെ ഈസിയാണ്. നമുക്ക് അരി വെള്ളത്തിലിട്ട് അതിന് ശേഷം പിന്നെ രാത്രിയിൽ അത് കഴുകി തേങ്ങ തിരുമ്മി അത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്